ഓക്കെ. ഹായ് എവ്രി വൺ. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? സോ ഇന്ന് കുറച്ച് നാളിന്റെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ പേജിൽ പുതിയൊരു എന്താ പറയുന്നേ, ഒരു ലൈവ് ഡിസ്കഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ 4 പേരുണ്ട് ടോട്ടൽ. ഞങ്ങൾ 4 പേരും UAE തന്നെയുള്ള ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ആണ്. ആൻഡ് ഞങ്ങൾ എല്ലാവരും തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇവിടെ ഇപ്പോൾ UAE നമുക്ക് ഒരാൾ മാത്രം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടും നമ്മളുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ പോകുന്നതെന്ന് വെച്ചാൽ അല്ല. അപ്പം ഈ ഒരു തോട്ടിൽ നിന്ന് വേറെ എന്തൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് തിരക്കി നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു പോസിബിലിറ്റി കിട്ടി. അതായത് ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഹാപ്പി ആയിട്ട് നമ്മുടെ ജോലിയുടെ കൂടെ അതും ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഓക്കെ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ദീപ എന്നാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 15 years ആയിട്ട് ഇവിടെ UAE ബൈ പ്രൊഫഷൻ MRI ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. 2024 ഫെബ്രുവരിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ബിസിനസ്സിനകത്തോട്ട് വന്നത്. ഞാൻ ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ആഫ്റ്റർ ഒരു 2 years ഞാനിപ്പോൾ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഫുൾ ടൈം ഈ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ പല ആൾക്കാരും ഞങ്ങളുടെയൊക്കെ പേജിലാണെങ്കിലും ഞങ്ങളുടെ പ്രൊഫൈലിലാണെങ്കിലും നിങ്ങൾ പല ഡിസ്കഷൻസും ഒക്കെ ഈ ഒരു ഡിജിറ്റൽ ബിസിനസ്സിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്ന പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിനകത്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചിലപ്പം UAE തന്നെ ഉള്ള ആൾക്കാരായിരിക്കത്തില്ല. അവർ UK എന്നുള്ള ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ USA എന്നുള്ള ആൾക്കാരോ, ബിക്കോസ് ഇതൊരു ഗ്ലോബൽ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ആൻഡ് വി വെർ പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ നമ്മളുടെ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എന്താ പറയുന്നത്, അവിടെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ലൈക്ക് നത്തിങ് ചേഞ്ചസ് ഇഫ് നത്തിങ് ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറി ചിന്തിക്കുകയോ മാറി ആക്ഷൻ എടുക്കുകയോ ചെയ്താൽ മാത്രമേ ആ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് ചേഞ്ച് ആണോ അത് വരുള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പലരുടെ, ഇപ്പൊ നീലുവിന്റെ ആണെങ്കിലും ടെസ്സിയുടെ ആണെങ്കിലും അർച്ചനയുടെ ആണെങ്കിലും ഒക്കെ പേജിൽ പല നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഓരോ ഓൺലൈൻ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈവൻ എൻ്റെ പേജിൽ. പക്ഷെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്, ഇനി മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേജിൽ നിന്ന് സ്ഥിരമായിട്ട് UAE തന്നെയുള്ള മലയാളി ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോണേ. ബിക്കോസ് എന്താന്ന് വെച്ചാൽ USA UK ഓസ്ട്രേലിയയിലുള്ളതും ന്യൂസിലൻഡിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് പലപ്പോഴും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, UAE മലയാളീസ് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ടാണ് UAE ഇപ്പൊ ഞങ്ങൾ UAE മലയാളീസ് മാത്രമാണ്. ഇനിയിപ്പം ടൈം ബീയിങ് മേ ബി മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്നുള്ള ആൾക്കാരും എന്തായാലും നമ്മളുടെ കൂടെ മലയാളീസ് തന്നെ വരും. ഓക്കെ, അപ്പം ഇന്ന് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് ഡിസ്കഷൻ ആണിത്. അപ്പം ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു മെയിൻ ടോപ്പിക്, തീരെ പ്രാധാന്യം കുറവല്ലാത്തൊരു, അതായത് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. ഈസ് വൺ സാലറി എനഫ് ഇൻ UAE എനിമോർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ കൂടെ ടെസ്സി ഉണ്ട്, അർച്ചന ഉണ്ട് ആൻഡ് നീലു ഉണ്ട്. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കാം ആൻഡ് അവരുടെ എന്താണ് ഒരു ഒപ്പീനിയൻ എന്നുള്ളത് നമുക്ക് കേൾക്കാം. എന്തായാലും അവരുടെ ഒപ്പീനിയൻ ഒക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ, അതായത് എന്നെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒപ്പീനിയൻസ് തന്നെ ആയിരിക്കും. ബിക്കോസ് നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അൺടിൽ ഞങ്ങൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി അതിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നവരെ. ഇന്ന് ഞങ്ങളെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്ന വി ആർ സ്മാർട്ട് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എവിടാണോ സ്റ്റക്കായ ലൈഫുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം വി തിങ്ക് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചൊരു കറേജ് കാണിച്ചു. ഓക്കെ, കാരണം നമ്മളുടെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, നമ്മളുടേതും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ. സോ ഞാനിപ്പോൾ ഈ ഒരു സാലറി മതിയോ യു എയിൽ ജീവിക്കാൻ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് നീലുവിൻ്റെ അടുത്ത് ചോദിക്കാം. നീലു, എടാ, നീ നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മളുടെ ഓഡിയൻസിന്, എന്നിട്ട് ഇതിൻ്റെ ഒരു ആൻസറും കൂടെ പറയട്ടോ. ഓക്കെ, ആദ്യം തന്നെ ദീപ ചേച്ചിക്ക് താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വിളിച്ചതിന്. സാധാരണ നമ്മൾ ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെയാണ് നമ്മൾ ലൈവ് ചെയ്യാറ്. അപ്പൊ മിക്കപ്പോഴും നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ അതിൽ കുറവായിരിക്കും. അപ്പൊ ഇപ്പോൾ ഞങ്ങൾ യു എയിൽ മാത്രമുള്ളവരാകുമ്പോൾ അപ്പോൾ യു എയിലെ പീപ്പിൾസിന് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഈ ഒരു ഡിസ്കഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ എൻ്റെ പേര് നീലു എന്നാണ്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. ഒപ്പം ഒരു ഡിജിറ്റൽ ബിസിനസ് ഓണർ ആണ്. അപ്പൊ ഫാമിലിക്കൊപ്പം ദുബായിലാണ്. ഇപ്പോൾ ഒരു 6 വർഷമൊക്കെ ആയി ഞാനിവിടെ സെറ്റിൽഡ് ആണ്. അപ്പോ ഞാനും ഓക്കെ, ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ശരിയാണ് ചേച്ചി. ചോദിച്ച ആ ഒരു ചോദ്യം എനിക്ക് ആദ്യം തന്നെ പറയണം. 1 സാലറി ഇനഫ് ആണോ ഇവിടെ താമസിക്കുന്നവർ? 1 സാലറി എന്നല്ല, 2 സാലറി ആയാലും ഇനഫ് ആവില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഓക്കെ ജോലിയുള്ളവരാണ്. അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ 2 സാലറി കൂട്ടി എടുത്താൽ പോലും നമുക്ക് ഇവിടുത്തെ ചെലവുകൾ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ രണ്ടുപേരും കിടന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന റെന്റ് ആണ്. നമുക്കിപ്പോ നമ്മുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും താമസിക്കണമെങ്കിൽ പോലും നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു ചെറിയ റൂമെങ്കിലും വേണമല്ലോ. ആ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് റെന്റ്. ആ ഒരു റൂം റെന്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് റെന്റ് എന്ന് പറയുന്നത്. അത് ഡേ ബൈ ഡേ അല്ലെങ്കിൽ വർഷം തോറുമാണ് ഇൻക്രീസ് ആവുന്നത്. അതും 5%, 10% അല്ലെങ്കിൽ നമ്മുടെ സാലറിയുടെ 50% വരെ റെന്റിന് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോ നമുക്കിപ്പോ 2 സാലറി ഒന്നും പോരാ, അതിൽ കൂടുതൽ വേണം എന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്ക്. അപ്പൊ അത് ഭയങ്കര റിസ്ക് ആണ്. 1 സാലറി എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണ്. അപ്പൊ 2 സാലറി തന്നെ ഇനഫ് അല്ല ശരിക്കും. അപ്പൊ അതാണ് ആദ്യത്തെ റീസൺ, റെന്റ്. പിന്നെ നമ്മളിവിടെ നമ്മൾ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, സ്കൂൾ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് എന്തായാലും നമ്മൾ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാനേ നമ്മൾ എന്തായാലും ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ബെസ്റ്റ് സ്കൂൾസ് തന്നെ ചൂസ് ചെയ്യും. അപ്പൊ ബെസ്റ്റ് സ്കൂൾസ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് ഫീസ് കൂടുതലായിരിക്കും. അല്ലാതുള്ള അക്കോമഡേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് എമൗണ്ട് കൂടുതലായിരിക്കും. ബസ് ഫീസ്, ഓഫ് കോഴ്സ് ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതും ഒരു ചെലവാണ്. പിന്നെ നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും ഉള്ളതാണല്ലോ, നമ്മൾ നാട്ടിൽ പോവുക. നമുക്ക് വർഷം തോറുമെങ്കിലും നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഉറപ്പായിട്ടും. അപ്പോ നോക്കുമ്പോ ടിക്കറ്റ് ഫെയർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും കുറഞ്ഞ സമയമുണ്ടോ? ടിക്കറ്റ് ഫെയർ കൂടിയാണ് പോണത്. ഇപ്പോ പണ്ട് 4 പേര് ഉള്ള ഒരു ഫാമിലി ഒരുമിച്ച് പോയിരുന്ന റേറ്റിന് ഇപ്പൊ ഒരാൾക്കേ പോകാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പൊ ടിക്കറ്റ് ഫെയർ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ടിക്കറ്റ് ഫെയർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ അവരൊന്ന് നാട്ടിൽ പോയി 1 മാസമൊക്കെ നിന്ന് ഒന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പോവും. അത് മാത്രമല്ല, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ലോണും ഉണ്ടാവും. അങ്ങനെയായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ റീസൺസ് ആണ്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ചെലവ് ഇങ്ങനെ കൂടി ലിവിങ് കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് നാട്ടില് പേരൻസ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അവരെ. നമ്മളുടെ സിസ്റ്റം അതാണല്ലോ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കണം. അപ്പൊ ഒരു സാലറി ഇറങ്ങി 2 സാലറി കിട്ടുന്നതിന് നമ്മൾ ഇതെല്ലാം കണ്ടു വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്ക്? നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കും ഞാനിപ്പോ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു 90% ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഞാനീ പറയുന്നത്. അപ്പോ അങ്ങനെ എല്ലാവരുടെയും ലൈഫാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇവിടെ ഉള്ള പ്രവാസികളുടെ ഒരു 90% പ്രവാസികളുടെയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, 1 സാലറി അല്ലെങ്കിൽ 2 സാലറിയും തികയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത് ഒരു ഫുൾ ടൈം ജോബ് കണ്ടെത്താൻ പറ്റുമോ? അല്ല, ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ആളാണ്.
അപ്പൊ അതിന്റെ ഒപ്പം വേറൊരു ഫുൾ ടൈം ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈമിനോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ കുട്ടികളോ നോക്കാനോ പിന്നെ എന്തെങ്കിലും ടൈം ഒരു 24 മണിക്കൂറുണ്ട് ദിവസം. അതിൽ നമ്മൾ ഓക്കെ ഒരു ഫുൾ ടൈം ജോബ് ചെയ്യും, അത് കഴിഞ്ഞുള്ള അവറും നമ്മൾ വേറെ ജോബ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സമയം ബാക്കിയുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിന്റെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ഫുൾ ടൈം ജോബ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ കിട്ടുന്ന ടൈമിൽ നമുക്ക് നമ്മളുടെ ബാക്കി റെസ്പോൺസിബിലിറ്റീസിന്റെ ഒപ്പം ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നല്ലേ എല്ലാവരും ചിന്തിക്കുള്ളൂ. അപ്പൊ അതെ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ ചിന്തിച്ചാലും നമുക്ക് അപ്പൊ ഓരോ ഓപ്ഷനേ കിട്ടത്തുള്ളൂ. ഓൺലൈൻ ഓപ്ഷൻ ആണെങ്കിലേ നമുക്ക് അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉറപ്പായിട്ടും വേണം. ഫിസിക്കൽ പ്രസൻസ് എന്നല്ല, ബാക്കി നമ്മൾ നന്നായിട്ട് അതിൽ കെയർ ചെയ്യണം. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ ഒരു ഞങ്ങൾ ചെയ്യുന്ന ഡിജിറ്റൽ ബിസിനസ് എന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബിന്റെ ഒപ്പം സൈഡേഴ്സിലായിട്ട് ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എല്ലാ സിസ്റ്റവും അവിടെ പ്രൊവൈഡഡ് ആണ്. നമ്മളൊരു ബിസിനസിന്റെ ബോക്സ് ആണ് പീപ്പിൾസിന് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ബിൽഡപ്പ് എല്ലാം ചെയ്തു വെച്ചേക്കാണ്, നമ്മൾ അതൊന്ന് പഠിച്ചെടുക്കുക, അപ്ലൈ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പഠിച്ചെടുക്കേണ്ട സമയം എന്താണ്, നമ്മൾ ജോലിയുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇപ്പൊ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കുന്നതിന്റെ സമയത്ത് നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആണ്, ടൈം ഫ്രീഡം ഉണ്ടാവും നമുക്ക്. അപ്പൊ അങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുക, ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് വളരെ ഒരു ഉപകാരമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ് നടക്കുകയും ചെയ്യും, എന്നാ നമുക്ക് എക്സ്ട്രാ സോഴ്സ് മേ ബി നമ്മളുടെ ഫുൾ ടൈം ജോബിനെക്കാട്ടി ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇതിൽ. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, എന്നും നിങ്ങൾക്ക് ഓക്കെ ഒരു നിങ്ങളുടെ ജോലിക്ക് രാവിലെ പോവുക, വൈകിട്ട് തിരിച്ചു വരിക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, കിട്ടുന്ന സാലറി ഇതേപോലെ റെന്റ്, സ്കൂൾ ഫീസ്, അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഉള്ള ചെലവ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് അയക്കാം, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഈ ജോലിക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഈ പോകുന്ന ജോലിക്ക് നമ്മളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസെക്യൂർ ആണ്, വളരെ ഇൻസെക്യൂർ ആണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ജോലി ഇല്ല അല്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ആയി എന്ന് അറിയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മളുടെ തലയിലിരിക്കുന്ന ആ ഓരോ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എങ്ങനെ മീറ്റപ്പ് ചെയ്യാൻ പറ്റും? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ജോബ് എത്രമാത്രം സേഫ് അല്ല, അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ബിൽഡപ്പ് ചെയ്ത് എടുക്കണമെന്നുള്ള ഒരു ആവശ്യകത നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ആ ഒരു അഡീഷണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ജോബിന്റെ ഇടയിൽ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിലാണ് നമുക്കത് സ്യൂട്ടബിൾ ആവുള്ളൂ. അപ്പൊ ഈ ഒരു ബിസിനസ് അതിന് സ്യൂട്ടബിൾ ആണ് ഉറപ്പായിട്ടും. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ 90% വർക്കും ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ് ചെയ്യുന്നത്, 10% ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 24 hours ഈ ബിസിനസ് വർക്കിംഗ് ആയിരിക്കും. ഈവൻ നമ്മുടെ സ്ലീപ്പിൽ പോലും ഓട്ടോമേറ്റഡ് സിസ്റ്റം വർക്കിംഗ് ആണ്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈമിൽ അല്ലെങ്കിൽ ദിവസം ഒരു 1 or 2 hours അത് മാത്രം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഈ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈവൻ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം അതനുസരിച്ച് നമ്മൾ കൂടുതൽ ടൈം ഇടുക. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബ്രേക്ക് ടൈം അല്ലെങ്കിൽ ഓഫ് ടൈംസ് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം, നമുക്കൊരു ഇന്റർനെറ്റ് ഫെസിലിറ്റി വേണം, അല്ലെങ്കിൽ ഒരു ഫോണോ ലാപ്ടോപ്പോ വേണം. അത് ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അത് ഒരു പ്രശ്നമല്ല. മറിച്ച് നമ്മളൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വേണം, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്, അതേപോലെ നമ്മൾ എംപ്ലോയീസ്, അങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ തലയിൽ കയറി. അപ്പം നമുക്ക് മറ്റുള്ള ജോബ്, നമ്മുടെ ഫുൾ ടൈം ജോബിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ മൊത്തത്തിൽ നമ്മൾ പ്രശ്നത്തിലാവും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് ഞങ്ങൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കും അതൊരു ഓപ്ഷൻ ആണെന്ന് തോന്നണമെങ്കിൽ നിങ്ങളായിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. മീൻസ് ഒരു ട്രയൽ പീരീഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് റൈറ്റ് അവേ നിങ്ങളുടെ മുന്നിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്.
അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ബിസിനസ് നിങ്ങൾക്ക് പറ്റുന്ന ബിസിനസ് ആണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് കണ്ടു നോക്കണ്ടേ. ഒരിക്കലും ഞങ്ങൾ പറയുന്ന വിശ്വസിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ ബിസിനസ് മോഡൽ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻ കണ്ടതിന് ശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ മതി. അപ്പോൾ ഡിസിഷൻ എടുത്തതിന് ശേഷം ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നമ്മളാണ് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലൈഫ് ലോങ് നമുക്ക് ഒരു ട്രെയിനിങ് സൈറ്റ് അവൈലബിൾ ആണ്. അതും വീഡിയോ ബേസ്ഡ് ആണ്. നമ്മളുടെ സമയത്ത് കൺവീനിയന്റ് ആയിട്ടിരുന്ന് നമ്മൾ കണ്ടാൽ മതി. അതേപോലെ നമുക്ക് എല്ലാവിധ മെന്ററിങ്ങും കോച്ചിങ്ങും എല്ലാം അവൈലബിൾ ആണ്. ഏത് ഹെൽപ്പിനും ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ രാത്രിയാണെങ്കിൽ നമുക്കിപ്പോ നമ്മൾ ചിലപ്പോൾ പാതിരാത്രി ഇരുന്നൊരു വീഡിയോ കണ്ടെന്ന് വെച്ചോ നമുക്ക് ട്രെയിനിങ്. നമുക്ക് ഓക്കെ, അപ്പൊ ഒരു ഡൗട്ട് തോന്നി. അപ്പൊ ഒരു ഡൗട്ട് തോന്നുമ്പോൾ നമുക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റിലുള്ളവരോട് ചോദിച്ചാൽ എല്ലാവരും ഉറക്കമായിരിക്കും. അപ്പോഴെന്താ നമ്മളുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഒരു പാട്ട് വേൾഡിന്റെ ഒരു പാട്ട് സ്ലീപ്പിംഗ് ആണെങ്കിൽ മറ്റേ പാട്ട് എന്തായാലും ഉണർന്നിരിക്കുമല്ലോ. അവിടുന്ന് നമുക്ക് റിപ്ലൈ കിട്ടും. ഒരു മെസ്സേജിന് 10 റിപ്ലൈ വരെ വരും. അപ്പൊ അത്രയ്ക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാരും ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. പക്ഷെ ആർക്കും ഒരു ഈഗോ ഇല്ല. എല്ലാരും തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ തോന്നിയതാണ്. ആർക്കും ഒരു ഈഗോ ഇല്ലാതെ എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആണ്. മറ്റുള്ള ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു വേറെ എവിടെ ചെന്നാലും നമുക്ക് ഈഗോയും ഇതും എല്ലാം കാണും. ഓക്കെ, ഇവിടെ അതൊന്നുമില്ല. എല്ലാരും തമ്മിൽ ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ്. ആർക്കും ഒന്നുമില്ല. എല്ലാരും സെയിം ബിസിനസ് ആണ് ചെയ്യുന്നത്. പക്ഷെ തമ്മിൽ ഹെൽപ്പ് ചെയ്യാനും ഒന്നും യാതൊരു മടിയും ഇല്ലാതെ പല കൾച്ചറിൽ നിന്ന് പല പ്രൊഫഷൻസിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്. അപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് കണ്ടു നോക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. എനിക്കതാണ് ചേച്ചി പറയാനുള്ളത്. ഓക്കെടാ, താങ്ക് യു. നീ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു മിഡിൽ ഈസ്റ്റ് UAE ലൈഫിനെ നീ കട്ട് ചെയ്ത് മുറിച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ UAE നിന്നുള്ള ആൾക്കാരുടെ ആയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചതിന്റെ ഒരു ശരിക്കും ഇവിടെ താമസിക്കുന്നവരുടെ ലൈഫ് അറിയാൻ പറ്റുള്ളൂ. മറ്റു ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. നമ്മളാണ് അത് റിഫ്ലക്ട് ചെയ്യേണ്ടത് ആൾക്കാരിലേക്ക്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. പിന്നെ വേറൊരു കാര്യമിടാ, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. അതായത് വി ക്യാൻ ഏൺ ഫ്രം ദ കംഫർട്ട് ഓഫ് അവർ ലൈഫ്. അതായത് പല ആൾക്കാരും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഐഡിയ ഉള്ള ആൾക്കാരാണ്. പക്ഷേ വർക്ക് ഫ്രം ഹോമിൽ വി ആർ വർക്കിംഗ് ഫോർ സമ്മൺ എൽസ്. മറ്റാർക്കോ വേണ്ടിയിട്ട് അവരുടെ ടേംസിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ആണ് എടുക്കുന്നതെന്ന് വെച്ചിട്ട് പല ആൾക്കാരും വളരെ പ്രൗഡായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് ഓണർ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ ദേ ഹാവ് ടു ക്ലോക്ക് ഇൻ ആൻഡ് ദേ ഹാവ് ടു ക്ലോക്ക് ഔട്ട് ബൈ ദാറ്റ് ടൈം ഒള്ളി. അതിനിടയ്ക്ക് അവരുടെ ഫാമിലിയിൽ അവിടെ എന്ത് കാര്യങ്ങൾ നടന്നാലും ദാറ്റ് പേഴ്സൺ അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹീസ് ഇൻ അനദർ റൂം, യുനോ, കംപ്ലീറ്റ്ലി കട്ട് ഫ്രം ദ ഫാമിലി മെമ്പേഴ്സ്. അവിടെ പുള്ളിക്കുള്ള ബ്രേക്ക് ടൈമിൽ മാത്രമേ അങ്ങേർക്ക് അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇന്ററാക്ഷൻ പറ്റുള്ളൂ. അപ്പം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിപ്പം കംപ്ലീറ്റ്ലി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറൊരാളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം അല്ല, ഓൺ അവർ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ വി ആർ വർക്കിംഗ് ഫ്രം ദ കംഫർട്ട് ഓഫ് അവർ ഹോം. ഇവിടെ എപ്പോ എങ്ങനെ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, വേറൊരാളല്ല ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ നീലു ഇരിക്കുന്നത്, നീലുവിന്റെ വീട്ടില് നീലു ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ബട്ട് ഷീ ഈസ് പ്രസന്റ് ഫോർ ഹർ ഡോട്ടർ. അവളുടെ ചെറിയ കുട്ടി കുഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അവൾ ഇവിടെ കളിക്കുന്നുണ്ട്, അതിന്റെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതെ, കറക്റ്റ്. വേറെ ഒരു ബിസിനസ്സിലും നമുക്ക് കിട്ടത്തില്ല. മീൻസ് ബിസിനസ് എന്നല്ല, വേറൊരു ഓപ്പർച്യൂണിറ്റി. സോ നമ്മൾ ഓഫർ, ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിൽ പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് അറിയില്ല. എനിക്ക് തന്നെ 2 വർഷം മുന്നേ ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് അറിയുന്ന ഒരാളുടെ ബിസിനസ് പേജ് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് ഇതെന്താ സംഭവം, വീട്ടിലിരുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇപ്പം
MRI ടെക്നോളജിസ്റ്റ് ആണ്. എൻ്റെ ജോലി എനിക്ക് ഒരിക്കലും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു MRI മെഷീൻ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ആൾക്കാരെ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല, ഡെഫിനറ്റ്ലി. കാര്യം ഒന്നാമത് MRI മെഷീൻ എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും ഹൈ ആയിട്ടുള്ള കോസ്റ്റ് ഉള്ള മെഷീൻസ് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. എനിക്കൊരിക്കലും അതിനകത്ത് കോസ്റ്റ് കുറവായിട്ടുള്ള അൾട്രാസൗണ്ട് മെഷീനോ എക്സ്റേ മെഷീനോ മാമോഗ്രാം മെഷീനോ CT മെഷീനോ മെഷീൻ ഒന്നും എനിക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ എന്റെ പ്രൊഫഷനിൽ വർക്ക് ഫ്രം ഹോം സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞ പോലെ നീരു പറഞ്ഞതിനകത്ത് ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ജോലി നോക്കാം എന്നുള്ളത്. അത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് UAE ഇപ്പൊ ടെസി ഐ തിങ്ക് യു ആർ നഴ്സർ അല്ലേടാ? ഞാനിപ്പോ മെഡിക്കൽ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ മേ ബി മെഡിക്കൽ ഇൻഷുറൻസുകാർക്ക് ഒരു പക്ഷേ പറ്റിയേക്കും കോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വി ക്യാൻ വർക്ക് ഫോർ 2 കമ്പനീസ്. ബട്ട് UAE അല്ലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് ഒരിക്കലും മൾട്ടിപ്പിൾ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത ഉള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1-2 ജോലി ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ അർച്ചന ഈസ് എ ടീച്ചർ, ഷീ കനോട്ട് വർക്ക് ഫോർ 2 സ്കൂൾസ്. മേ ബി ട്യൂഷൻ എടുക്കാൻ പറ്റിയേക്കും, ബട്ട് നോട്ട് ഒഫീഷ്യലി 2 സ്കൂൾ. ബിക്കോസ് നമ്മളുടെ വിസ സ്പോൺസർ ചെയ്യുന്ന ഏത് കമ്പനിയാണോ അവരുടെ പേരിൽ മാത്രമേ. ഞങ്ങൾക്ക് മെഡിക്കൽക്കാർക്ക് ഒട്ടും പറ്റത്തില്ല. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റിൽ 1 സാലറി ഈസ് നോട്ട് അറ്റ് ഓൾ എനഫ്. 2 സാലറി ഈസ് കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഞെരുങ്ങി ഇങ്ങനെ പോകാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒന്ന് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ പൊട്ടി. എന്നുവെച്ചാൽ നീരു നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിന്റെ എക്സ്പെൻസസ് മിനിമം 2 പിള്ളേരെങ്കിലും മോസ്റ്റ് ഓഫ് ദ ഫാമിലിയിൽ കാണും. ഈ 2 പിള്ളേരുടെ സ്കൂൾ ഫീസ് കൊണ്ട് തന്നെ ഈ നമ്മളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ 1 ഇയറിലത്തെ ഫുൾ സാലറി നോക്കുമ്പോൾ അതിനകത്ത് മെജോറിറ്റി പൈസ ഇതിന് പോകുന്നുണ്ട്. പിന്നെ സ്കൂൾ ഫീസ് മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഫീസ്, നീരു പറഞ്ഞ പോലെ ബസ് ഫീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് സ്കൂൾ ബസ് മാറ്റിയിട്ട് പകരം വേറെ ആൾക്കാരെ ടാക്സി പിക്കപ്പ് ഓൺ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് നേരം വെളുത്തിട്ട് ചൂട്ടും കെട്ടി വർക്കിന് പോകണം. അപ്പൊ അതിനിടയ്ക്ക് പിള്ളേരെയും അപ്പൊ നമ്മൾ കാശ് ലാഭിക്കാൻ വേണ്ടി ഓക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാം, പക്ഷെ തിരിച്ച് കൊച്ചിനെ എങ്ങനെ വിളിച്ചു കൊണ്ടുവരും? അതിന് നമുക്ക് പറ്റത്തില്ല. ആൻഡ് അവിടെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? ഇനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് വേറൊരാളെ അറേഞ്ച് ചെയ്യണം. അതിനിപ്പം 1 വേ ആയിട്ട് ചിലപ്പോൾ ആൾക്കാരെ കിട്ടത്തില്ല. അവർ പറയും ഞങ്ങൾക്ക് 2 സൈഡും ഉണ്ടെങ്കിലേ നമ്മൾ വരുള്ളൂ. സോ നമുക്ക് സ്കൂൾ ബസ് ബൈപ്പാസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. വി വിൽ ജസ്റ്റ് ഗോ ഫോർ ദ സ്കൂൾ ബസ്. ഓക്കെ. സോ 2 പിള്ളേരുടെ സ്കൂൾ ബസിന്റെ ട്രാൻസ്പോർട്ടേഷൻ തിങ് അടുത്ത എമൗണ്ട് അവിടെ പോയി. പിന്നെ നമ്മളുടെയൊക്കെ പിള്ളേര് പൊതുവെ ആസ് എ പേരന്റ് പിള്ളേർക്ക് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നമ്മൾ എന്തായാലും അവർക്ക് താല്പര്യം കാണും. അങ്ങനെ ഒന്നിലും താല്പര്യം കാണിക്കാത്ത പിള്ളേരൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് പാട്ട് പാടാനായിരിക്കും പിള്ളേർക്ക്, ചില ആൾക്കാർക്ക് ഡാൻസിങ്, ചില ആൾക്കാർക്ക് മ്യൂസിക്, ചില ആൾക്കാർക്ക് മാർഷൽ ആർട്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും. അതേപോലെ അല്ലെങ്കിൽ ചില സബ്ജക്ട്സിൽ വീക്ക് ആയിട്ടുള്ള പിള്ളേർക്ക് നമ്മൾ എക്സ്ട്രാ ഔട്ട് ഒരു സപ്പോർട്ടിങ് ക്ലാസ് ഓർ ട്യൂഷൻ അറേഞ്ച് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഒരു കാര്യം പിള്ളേർക്ക് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേരന്റ് നമ്മൾ പറയില്ല അയ്യോ അമ്മയുടെ പൈസ ഇല്ല അല്ലെങ്കിൽ നമുക്ക് പോകാം. നമ്മൾ മാക്സിമം അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കും. പക്ഷെ എൻ്റെ കേസിൽ തന്നെ മുന്നേ എൻ്റെ പിള്ളേർക്ക് കരാട്ടെ അങ്ങനത്തുള്ള മാർഷൽ ആർട്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. കരാട്ടേക്ക് അവിടെ സെന്ററിന്റെ 2 പേരുടെ ഫീസിനെക്കാട്ടും കൂടുതലാണ് ഇവരെ വീട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോകുന്നത്. സോ ഞാൻ ടൈം ബീങ് ഐ വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ് ദാറ്റ്. എന്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം? ബിക്കോസ് എൻ്റെ ടോട്ടൽ സാലറി എനിക്കൊരു 3000 ദിർഹം സാലറി റിഡക്ഷൻ ഫേസ് ചെയ്ത ആളാണ് എൻ്റെ ജോലിയിൽ. ആൻഡ് എൻ്റെ കമ്പനി നഷ്ടത്തിലും ആയിരുന്നില്ല. ആൻഡ് ഐ വാസ് ക്രിയേറ്റിംഗ് ഗുഡ് ഇൻകം ഫോർ ദം എൻ്റെ ഒരു ഷിഫ്റ്റിൽ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്? അപ്പൊ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. കാര്യം ലൈഫ് ഈസ് ഗെറ്റിംഗ് മോർ എക്സ്പെൻസീവ് ടൈം ബീങ്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരു പറഞ്ഞത് നമ്മളുടെ പേരൻസിനെ, നമ്മൾ മെജോറിറ്റി ആൾക്കാരും പേരൻസിനെ നാട്ടിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പം നമ്മളുടെ ടോട്ടൽ സാലറിന്ന് ഇതിന് പോകും, നാട്ടിലത്തെ സപ്പോർട്ടിന് പോകും. നാട്ടിലത്തെ കല്യാണം കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെയുള്ള സകല ചടങ്ങുകളും അതിനും, അതേപോലെ പേരൻസ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ആഫ്റ്റർ 30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ പേരൻസ് ദേ ആർ അപ്രോച്ചിങ് ദെയർ ഓൾഡ് ഏജ്, വെരി ഓൾഡ് ഏജ്. ഓക്കെ. അപ്പൊ അവരുടെ മെഡിക്കൽ റിലേറ്റഡ് എക്സ്പെൻസസ്,
അവർക്കെങ്ങാണ്ട് നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതും തീർന്നു. ഞാൻ അതും ഫേസ് ചെയ്ത ആളാണ്. എൻ്റെ പേരൻസിന് നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് അവരുടെ രണ്ടുപേരുടെയും സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ വരുമ്പം നമ്മളെ തന്നെ വിളിച്ചു പറയുന്നു. ആൻഡ് നമ്മൾ അവിടെ ഒരിക്കലും അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുമോ? ഇല്ല, വി ഹാവ് ടു അറേഞ്ച് ആൻഡ് വി വിൽ അറേഞ്ച്. ആൻഡ് അവിടെ നമ്മൾ ഇതെല്ലാം ഷോൾഡർ ചെയ്യുന്നത് അതിന്റെ ബാക്ക് എൻഡിൽ വേറെ ഡ്രാമ നടക്കുന്നുണ്ട്. മേ ബി വി ആർ ഹാവിങ് ഹ്യൂജ് ഡെറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ആ പൈസ അറേഞ്ച് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വി ആർ ഡെയിലി അപ്രോച്ചിങ്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കാർ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള വണ്ടിയെങ്കിലും പണി തരും. കാര്യം നമ്മൾ ആരും ഇവിടെ ഫസ്റ്റ് ഹാൻഡ് ഫ്രഷ് വണ്ടി മേടിക്കുന്ന ആൾക്കാർ, ഇപ്പൊ യു എയിലുള്ള ആൾക്കാർക്ക് അറിയാം, വി വിൽ ഓൾവേസ് ഗോ ഫോർ എ സെക്കൻഡ് ഹാൻഡ് കാർ. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫിനും വണ്ടി എടുക്കേണ്ടിരുന്നെങ്കിൽ രണ്ടുപേരുടെയും ജോലി രണ്ട് ഡയറക്ഷനാണ്. ഒരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് രണ്ട് വണ്ടി കാണും. നമ്മൾ ഓൾറെഡി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ, ഒരു സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ ഓൺഡ് കാർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം ഇവിടെ അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം പുതിയ വണ്ടി ലോണിൽ മേടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്, തേർഡ് ഹാൻഡ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും വരും. ഒന്ന് മേ ബി ഒരു നമ്മളുടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നേക്കും. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ്. അപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്യുകയാണ്. പക്ഷെ എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഒരു 3 തവണ അപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോഴും എന്താണെന്ന് അറിയത്തില്ല, മൊത്തത്തിലൊരു 2000-3000 ദിർഹം അവിടെ ഒരു കടം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അല്ലേ, അവർ യു എക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും പറയാതെ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം നമ്മളിൽ ഇനി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻ തന്നെയായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാമെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഇതിനൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കാതെ ഇതേ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും വലിയ റിസ്ക് നിങ്ങൾ എടുക്കുന്നത്. അതേസമയം ഇതിൽ നിന്ന് ടൈം ബീങ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് നമുക്ക് കിട്ടുമ്പോൾ വൈ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്, എക്സ്പ്ലോറിങ് അബൌട്ട് ദാറ്റ്. അപ്പം അർച്ചന പറഞ്ഞേ, ഒരു ഇൻകം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാലറി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തു ഒരു സാലറി അല്ല 2 സാലറിയാണ്. 2 സാലറി എനഫ് ആണോ? അർച്ചനയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ്. താങ്ക് യു ദീപ സച്ച് ഫോർ എ വെരി തോട്ട്ഫുൾ ഡിസ്കഷൻ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലൈഫ്, ഇപ്പൊ നമ്മളിവിടെ 4 പേരെ ഉള്ളെങ്കിലും നമ്മളുടെ ഒരു ഏതാ പറയുക, ഒരു 40,000 ലേഡീസിന്റെ സെയിം ലൈഫ് തന്നെ ഇപ്പൊ നീലു അഡ്രസ് ചെയ്ത്. എന്റെയൊക്കെ അച്ഛൻ പ്രീവിയസ് ജനറേഷൻ, അവിടെ അച്ഛൻ മാത്രമാണ് വർക്ക് ചെയ്ത. ദാറ്റ് സാലറി വാസ് ഇനഫ് ടു റൺ എ ഫാമിലി. ഞങ്ങളെല്ലാവരും നാട്ടിലായിരുന്നു. അച്ഛൻ്റെ ഒരു സാലറി കൊണ്ടായിരുന്നു എൻ്റെയൊക്കെ ജനറേഷൻ കഴിഞ്ഞ. ഇപ്പം നമ്മളിവിടെ വന്നു, ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്തു. ഇപ്പൊ പറഞ്ഞ കണക്ക് നമ്മുടെ എല്ലാവരുടെയും മക്കൾ ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, ദേ ആർ ഇവിടുത്തെ കുട്ടികളാണ്. ഇപ്പൊ അവിടെയും കൊണ്ട് ഇപ്പൊ ഇവിടെ അവർ അവരുടെ എഡ്യൂക്കേഷൻ നീല് പറഞ്ഞ കണക്ക് ഡിപ്പെൻസ് അപ്പോൺ ദ സ്കൂൾ. ഓരോ സ്കൂളിലും ഓരോ ഫീസ് സ്ട്രക്ചറാണ്. നമ്മളെല്ലാ പാരൻസും കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനേ പോകൂ. അപ്പൊ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഡെയിലി കൂടി വരികയാണ്. ട്രാൻസ്പോർട്ടേഷൻ ആണ് ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പൊ എൻ്റെ മോൻ ഇവിടെ നിന്ന് അടുത്ത എമിറേറ്റ്സിൽ പോകുന്നതിന് ഐ ആം പേയിങ് 5,000 ആണ് ഒരു വർഷത്തെ അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സ്കൂൾ ബസ്സിലാണ് പോണ, ഒരു വർഷത്തേക്ക് ഇത്രയാണ് അടയ്ക്കുന്നത്. അപ്പൊ 2 കുട്ടികളുള്ളവരുടെ കാര്യം എന്തുവാണ്? അങ്ങനെ ഇത് എല്ലാ ഫാമിലിയിലും റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ റെന്റ് ഞങ്ങൾക്ക് ഇപ്പൊ ദീപ പറഞ്ഞ കണക്ക് 5% ആണ് ഈ വർഷം നമ്മുടെ ടെനന്റ് കൂട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാൻ പോവാം, ഒരാളും നിങ്ങളെ നിർബന്ധിക്കത്തില്ല ഇവിടെ തന്നെ നിൽക്കണം എന്ന്. അപ്പൊ ഇതെല്ലാം നമുക്ക് അഫോർഡ് ചെയ്തേ പറ്റൂ. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. പക്ഷെ ഈ പറഞ്ഞ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ അഫോർഡ് ചെയ്ത് അടുത്ത സൈറ്റില് പക്ഷെ സാലറി അവിടെ അത് സെയിം തന്നെയാണ്. ഇപ്പൊ സാലറി ഒരു 2-3 വർഷം കഴിയുമ്പോഴായിരിക്കും അവര് ചെറിയൊരു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഈ ഒരു ഗ്രൈൻഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോഴിത് കുറെ ഒരു 5 years മുമ്പല്ല ഉള്ള ഒരു ലൈഫിന്റെ ഒരു എക്സ്പെൻസ് അല്ല ഇപ്പോഴ്. അപ്പോഴ് ഞാനും ആലോചിച്ചു, എത്ര നാളിങ്ങനെ പോവും?
എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ? എപ്പോഴും ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുമോ? സോ ഐ ഹാവ് ടു തിങ്ക് ഓഫ് എ സൊല്യൂഷൻ. അപ്പോഴ് കുറേ നാൾ കൊണ്ട് ഇതേ കണക്ക് നമ്മളൊക്കെ ലേഡീസിന് എല്ലാവർക്കും ഉള്ളത്, ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വേറൊരു ജോലിക്ക് പോക്ക് നടക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും വീട്ടിലെ കാര്യങ്ങളുണ്ട്, മക്കളുടെ കാര്യമുണ്ട്. കുഞ്ഞു മക്കളാണെങ്കിൽ അവരെ പഠിപ്പിക്കണം, പിന്നെ കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും നമുക്ക് മറ്റൊരാളെ മേട് വെച്ച് നോക്കാനാണെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാ പ്രാവശ്യവും അത് നടക്കത്തില്ല. ഒരു വീക്ക്ലി വൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹയർ ചെയ്തൊക്കെ നടക്കാം. അപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ ഞാനും ഈ ദീപ പറഞ്ഞ കണക്ക് 1 വർഷം ഞാനും ഇങ്ങനെ ആലോചിച്ച് എനിക്ക് പറ്റുന്ന എന്താണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ നോക്കി പോയപ്പോ ഒരുപാട് പേര് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാനിത് കൂടുതലും കണ്ടത് UK, US, കാനഡയിലുള്ള കുറേ ആൾക്കാർ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇതൊക്കെ UK, US, കാനഡയിലുള്ളവർക്കേ പറ്റത്തുള്ളായിരിക്കും. UAയിലും മിഡിൽ ഈസ്റ്റിലും ഉള്ളവരൊന്നും അധികം ഒന്നും കാണുന്നില്ലല്ലോ, ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിൽ വെച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലോട്ട് അതിൻ്റെ ഓരോ പോസിബിലിറ്റീസ് വന്നു ചാടും. ഞാൻ വിചാരിച്ചു ഇതൊക്കെ UK ചെയ്യാൻ പറ്റൂ, UAയിൽ ആരും ഇല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നല്ല. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഞാൻ UAയിൽ നിന്നുള്ള കുറച്ച് പേര് ഇത് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒരു 1-2 വർഷം മുമ്പ് ഞാൻ എനിക്ക് ദീപ അറിയില്ല, ആരാന്നും അറിയില്ല, ദീപയുടെ 1-2 പോസ്റ്റുകൾ കണ്ടു. അപ്പൊ ദീപ സ്ട്രൈക്ക് ചെയ്ത് പറഞ്ഞു ഞാൻ UAയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ആലോചിച്ചു, അപ്പൊ UAയിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ 1 വർഷം ഇതിപ്പോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ്. എല്ലാവർക്കും ചിന്തിക്കാനും നല്ലതും ചീത്തയും സ്കാമും ജെനുവിനിറ്റി ഒക്കെ ചിന്തിക്കാനായിട്ട് നല്ലതായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ആരും ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് ചാടിയവരല്ല. നമ്മൾ ഒരുപാട് വർഷം ഇതിനെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി, നമ്മൾ സ്വയം റിസർച്ച് ചെയ്തു, എടുത്ത്, അല്ലാതെ ആരും ഒരു സഡൻ ഡിസിഷനിൽ ഇന്ന് വീഡിയോ കൊണ്ട് നാളെ ചേർന്ന് കളയാന്ന് പറഞ്ഞ ആരുമില്ല. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ ഞാനും 1 വർഷം ഒബ്സർവ് ചെയ്ത് എനിക്ക് പറ്റും. അപ്പൊ നിങ്ങൾ പലരും ഇതിൽ അവരുടെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പൊ നീല് പറഞ്ഞ കണക്ക് എന്റെ പോക്കറ്റ് ഓഫ് ടൈമില് ഞാനിപ്പോ എൻ്റെ വീട്ടിലെ കുഞ്ഞിന്റെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണമെന്ന് എനിക്കും നല്ലൊരു സ്ട്രോങ് റീസൺ. പല വഴികളും ഉണ്ട്, ഒരു വഴിയല്ല, ഒരുപാട് വഴികൾ വന്നപ്പോഴും ഞാനൊരു സ്ട്രോങ് എനിക്ക് പറ്റുന്ന ഒരു ഇതില് കണ്ടു. എനിക്കത് ഇപ്പൊ ഇതേ കണക്ക് എല്ലാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തുവാ ഇപ്പൊ എപ്പോഴും ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്തുവാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ന് വരെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിപ്പോ ഒരു ഇത് ചെയ്യുന്നു. പറയുന്നത് അതൊന്നും ശരിയാവത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു ഈ ശരിയാവത്തില്ലായിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? എല്ലാവർക്കും അങ്ങനെ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ആൻസർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് നല്ലതായിട്ട് തോന്നുകൊണ്ടാണ് ഞാനത് പ്രപ്പോസ് ചെയ്യുന്നത്, ഞാനത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാനും ഇതേ കണക്ക് എല്ലാവരുടെ അടുത്തും പറയുന്നത് ജസ്റ്റ് മേക്ക് എ ട്രൈ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കണ്ടു മനസ്സിലാക്കി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഒരു വൈൽഡായിട്ട് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും നമുക്കിപ്പോ ഈ ഒരു 149 അടയ്ക്കാന്ന് വെച്ചാൽ ഇതുകൊണ്ടൊന്നും നമ്മളെ ബഡ്ജറ്റ് ഒന്നും തകിടം മറിയാൻ പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് മേക്ക് എ ട്രൈ ഇഫ് ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഫോർ യു. വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ ദീപ പറഞ്ഞ കണക്ക് എല്ലാവർക്കും ഇത് ഒരു പക്ഷേ പറ്റണമെന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയുന്ന മുമ്പ് ഒരു വൈൽഡ് ഗസ് ഞാൻ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും എനിക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് തോന്നുക ഇതില്. So I recommend everyone to make a try and to find a second source of income. അതുകൊണ്ട് so I am asking every ladies, make a try and an attempt instead of saying a wild no to something. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിന് ഒരു നോ പറയുന്നതിനെക്കാട്ടിലും just try it and it make your own decision. അതല്ലേ അതിന്റെ കുറച്ചുകൂടെ നല്ലത്. What do you think, the rest others? Yes, that's true. ഇപ്പൊ അർച്ചന പറഞ്ഞതുപോലെ അർച്ചനയുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ ആ പ്രീ ഫാബ്രിക്കേറ്റഡ് ആൻസർ വന്നില്ലേ, ഇതൊക്കെ പറ്റിക്കലായിരിക്കും. ഞാൻ ബിസിനസ്സിൽ വരാൻ ഡിസിഷൻ എടുക്കുമ്പോൾ ഐ ഡിഡ്ന്റ് ആസ്ക് എനിവൺ.
ഐ ജസ്റ്റ് ഡിസ്കസ് among മൈ ഫാമിലി. എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഇത്രയും പേരാണ് ഡിസൈഡ് ചെയ്തത്. ആൻഡ് എല്ലാവരും പറഞ്ഞത്, ദീപ, ഇഫ് യു ഫീൽ യുനോ യു ആർ കോൺഫിഡൻറ്റ് എനഫ് ടു സ്റ്റാർട്ട്, നീ ചെയ്തോളൂ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ എൻ്റെ ലൈഫിൻ്റെ ചാർജ് ഞാൻ തന്നെ എടുക്കണം. ആൻഡ് ഐ കനോട്ട് ബ്ലെയിം എനി വൺ, ബിക്കോസ് ആ ഒരു കോൺഫിഡൻറ്റിൽ തന്നെയാണ് ഞാൻ വന്നത്. ബിക്കോസ് ഞാൻ മൈൻഡിൽ ആദ്യമേ ഉറപ്പിച്ചു, ഫെയിൽ ആയാലും സക്സസ് ആണെങ്കിലും ഐ വിൽ ബി ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ആൻഡ് യു ഹാവ് ടു ടേക്ക് ദാറ്റ്, യു ഹാവ് ടു ബി ദാറ്റ് കോൺഫിഡൻറ്റ്. അറിയാൻ പറ്റത്തില്ലല്ലോ, ടേക്ക് എ റിസ്ക്. സോ ഞാൻ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്വാഭാവികമായിട്ട് ഈ ഒരു ബിസിനസ് സോഷ്യൽ മീഡിയ പേജസ് വഴിയാണ്. അപ്പം എൻ്റെ ഫേസ്ബുക്കിൻ്റെ ബിസിനസ് പേജ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ദാൻ മൈ ഫേസ്ബുക്ക് പ്രൊഫൈൽ. നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിനെയും ഫാമിലിയും വെച്ചിട്ടല്ല നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൈയും കാലും പിടിക്കേണ്ട ഒരാവശ്യമില്ല. ആൻഡ് ദാറ്റ് ഈസ് അൻ എൻറ്റയർ ഡിഫറെൻറ്റ് ചാപ്റ്റർ. ആൻഡ് നമ്മളൊക്കെ ഏൺ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളത് ബില്യൺസ് ഓഫ് പീപ്പിൾ ഔട്ട് ദയർ ഹൂ ആർ യൂസിങ് ദ സോഷ്യൽ മീഡിയ. സോ സോഷ്യൽ മീഡിയയുടെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട് വിട്ടിട്ട് അതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. സോ എൻ്റെ ബിസിനസ് പേജിൽ കൂടുതൽ ബിസിനസിൻ്റെ റിലേറ്റഡ് പോസ്റ്റുകളൊക്കെ വന്നപ്പം എൻ്റെ കൊളീഗ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, സി യു ആർ ഏർണിംഗ് ക്ലോസ് ടു 20,000 ആൻഡ് നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, എന്തുവാ ഇത്? ഐ തിങ്ക് സെയിം ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തും ചോദിച്ചു, നല്ലൊരു ജോലി ഇല്ലേ, എന്തിനാ ഇതിലിപ്പോ എടുത്ത് എന്തിനാ പോകുന്നേ? സെയിം ക്വസ്റ്റ്യൻ. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, നിനക്കും ജോലിയുണ്ട്. മൈ ഹസ്ബൻഡ് നെയിം ഈസ് ബൈജു. ബൈജു ഈസ് ഓൾസോ വർക്കിംഗ് ആൻഡ് ബോത്ത് ഓഫ് യു ആർ ഫ്രം ദ റേഡിയോളജി ഫീൽഡ്. ആൻഡ് 15 years ആയിട്ട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താണ്? ആൻഡ് ഐ തിങ്ക് സംബഡി ദേ ഡിഡ് ബ്രെയിൻ വാഷിംഗ് ഫോർ യു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞാണ്, നിന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് നിനക്ക് നല്ലതായിരിക്കത്തില്ല, നീ വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കുന്നില്ല, നിർത്തിക്കോ. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ മീഡിയ. ഓക്കെ, ദാറ്റ് മീൻസ് യു ആർ കമ്മിങ് വിത്ത് യുവർ. അപ്പം ഞാൻ ആ ഒരു കോൺവെർസേഷൻ ഐ ഡിഡ്ന്റ് ഡു ഫർദർ കോൺവെർസേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. ഓർ എൻ്റെ എല്ലാ കൊളീഗ്സും പറഞ്ഞ ഒരു ഐഡിയ ആണ്. കാര്യം ഞാൻ ഉള്ളപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, വെൻ ഐ വാസ് നോട്ട് ദെയർ ദേ വെർ മോക്കിംഗ് മീ. അതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബിക്കോസ് ആ പെണ്ണിന് വല്ല കാര്യമുണ്ടോ, അത്യാവശ്യം സാലറി ഉണ്ട്, ഇത്രയും നാൾ കുഴപ്പമില്ലാതെ പോയിട്ട് എന്തൊക്കെയോ സംഭവത്തിനകത്തോട്ട് എടുത്തു ചാടിയിട്ടുണ്ട്, വെറുതെ പണിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ എൻ്റെ കൊളീഗ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ നൗ ദേ ആർ ഫേസിങ് എ ത്രെറ്റ് ഫോർ ദെയർ ജോബ് ആൻഡ് ദേ ഓൾറെഡി സാലറി റിഡക്ഷൻ. അവരുടെ ജോലിയിൽ നിന്നും മീൻസ് എപ്പോഴും ഇപ്പൊ അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ അവർ പേടിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ടെർമിനേഷൻ ലിസ്റ്റ് ആയിട്ടുണ്ട്, എനിക്കറിയില്ല ഞാനുണ്ടോ ഇല്ലേ അതിനകത്തുനിന്ന്. അല്ലെന്നുണ്ടെങ്കിൽ എപ്പം മാനേജർ വിളിച്ചാലും ദേ വിൽ ഹാവ് ദാറ്റ് ഫയർ, നമ്മൾ നെഞ്ചിന്ന് തീ വരുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുടെ പേര് ലിസ്റ്റിലുണ്ടോ, അല്ലെങ്കിൽ സാലറി. ആൻഡ് ആസ് ദേ അവർ പേടിച്ചതുപോലെ തന്നെ ദേ ലാൻഡഡ് അപ്പ് ഇൻ എ സാലറി റിഡക്ഷൻ. ആൻഡ് ഇതാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ ഈ പറഞ്ഞ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്, യു വെർ റൈറ്റ് ദീപ, നീ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങള് ഈ കാര്യം പറഞ്ഞു, പക്ഷെ അന്ന് ഞങ്ങള് നിന്നെ പോലെ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ വി വിൽ നോട്ട് ഹാവ് ടു ഫേസ് ദിസ് സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ അന്ന് നീ ഇതേപോലുള്ള ഒരു ചെറിയൊരു ത്രെട്ട് നിന്റെ ജോബിൽ മുൻകൂട്ടി കണ്ടോണ്ടാണ് നീ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു സാലറി റിഡക്ഷൻ വന്നു ആൻഡ് ഐ ഡോണ്ട് തിങ്ക് നെക്സ്റ്റ് ഡേ ഞാൻ ജോബ്ലെസ് ആയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതിന്റെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വയ്യ. സോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അവരുടെ അടുത്ത്. എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ റീസൺ അതായിരുന്നു എന്നാണ് ഞാൻ അവരോടത്ത് പറഞ്ഞത്. ആൻഡ് അവർ പറയട്ടെ, ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഫാസ്റ്റ് ഫോർവേഡ് ഈ ഒരു 2026 ആ ഒരു മൈൻഡേ മാറിപ്പോയി, ഭയങ്കര പാനിക്ഡ് മൈൻഡായി. അപ്പൊ അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആൻഡ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓൾസോ ഭയങ്കര ലോ ആയി. ആൻഡ് നീ ആയിരുന്നു കറക്റ്റ്. ആൻഡ് യു വെർ ഡൂയിങ് ദ സെയിം തിങ് ഫോർ 2 years. നീ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ആൻഡ് ഐ ഫൈൻഡ് പ്രോഗ്രസ് ദാറ്റ് നീ ഒരുപാട് മാറിയിട്ടുണ്ട്, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, യു ബിക്കം മോർ കോൺഫിഡൻറ്റ്, നിനക്ക് കുറെ സ്കിൽസ് ഉണ്ട്. പണ്ട്
പണ്ടുണ്ടായിരുന്ന ഒന്നും അറിയാത്ത ദീപ അല്ല ഇപ്പോൾ ഉള്ളത്. യു നോ സംതിങ് ആൻഡ് ഐ നോ ദാറ്റ് യു ആർ ഏർണിംഗ് ഫ്രം ദാറ്റ് ഓൾസോ. ആൻഡ് അതുകൊണ്ടാണ് നീ നിന്റെ ജോലി പോലും റിസൈൻ ചെയ്തിട്ട് ഇപ്പം ഇതേ ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത്. നൗ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യു വെർ റൈറ്റ് ആൻഡ് ഐ എം സോ സോറി ഫോർ വാട്ട് വി ടോക്ക് ബിഹൈൻഡ് യു. അവർ തുറന്നു പറഞ്ഞു ബിഹൈൻഡ് യു ആൻഡ് ടു യു. ഓക്കെ, അതുകൊണ്ടാണ്. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു വേർസ്റ്റ് സിറ്റുവേഷൻ വന്നിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. You have to foresee this can happen and you have to have a plan B in your life. Because നിങ്ങൾ ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, നമ്മൾ മലയാളീസിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് നമുക്ക് ആത്മാർത്ഥത ഭയങ്കര കൂടുതലാണ്, ഓവർ ആത്മാർത്ഥതയാണ്. ഓവർ ആത്മാർത്ഥത കാട്ടി ചളവാക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആൻഡ് നമുക്ക് അതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോ ഓഫിന് പറയുന്നതല്ല, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം us. നമ്മൾ അങ്ങനെയാണ് മോൾഡ് ചെയ്ത് വിട്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് തന്നെ. നമ്മളുടെ സിറ്റുവേഷൻസ്, നമ്മുടെ കൾച്ചർ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ കാരണം ഇപ്പം എൻ്റെ തന്നെ പ്രൊഫഷനിൽ ഇപ്പം ബ്രേക്ക് പോവാൻ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, എൻ്റെ ബ്രേക്കിന്റെ സമയത്ത് എനിക്കൊരു എക്സ്ട്രാ ഒരു പേഷ്യന്റിനെ എടുത്തു തന്നിട്ട് ഇതും കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് സേ നോ. അപ്പൊ ഞാൻ അവിടെ കാണുന്ന ആ പേഷ്യന്റിന്റെ ആ ഒരു ഫേസ് ആണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, പാവം ജോലിയിൽ നിന്നാണ് ഇടയ്ക്കൊരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ടായിരിക്കും ആള് വരുന്നത്. അപ്പം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കാൻ പോകുന്നതിലും ഇവരുടെ സ്കാൻ എടുത്തിട്ട് മാത്രമേ ഞാൻ പോയിക്കുള്ളൂ സമയം കിട്ടുവാണെങ്കിൽ. ആൻഡ് ദർ വെർ മെനി ഡേയ്സ് വി ഫോർഗെറ്റ് അബൌട്ട് അവർ ലഞ്ച്. ആൻഡ് ദർ വെർ മെനി ഡേയ്സ് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പം, ഞാൻ വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കാണ്? UAE 5 മണിക്ക്. അപ്പൊ അമ്മയൊക്കെ ചോദിക്കും ഇതെന്തുവാ കൊച്ചേ? അപ്പം ആ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആ കമ്പനിക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നാൽ അവർ നമ്മളെ പുഷ് ചെയ്യും. യു കനോട്ട് ടേക്ക് മോർ ലീവ്, കുറച്ച് ലീവൊക്കെ എടുത്തോ, അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നോണം. പക്ഷെ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹി ജസ്റ്റ് പാസ്ഡ് അവേ ഡ്യൂ ടു കാർഡിയക് അറസ്റ്റ്. ആള് അതായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആ പൊസിഷനിലേക്ക് പുതിയ ആളായി. ഓ, ആൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ദേ വെർ പ്രസിംഗ് ഹിം ടു കം ബാക്ക് ആൻഡ് ജോയിൻ ഫോർ ദ വർക്ക്. ആൻഡ് ആള് അപ്പോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഷോക്കിംഗ്. എന്റെ പൊന്നോ, നമ്മളെ കാര്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. സോ ഇനി ദീപ, മേ ഐ സേ യു വൺ തിങ്? ദീപ ഇത് പറഞ്ഞപ്പോഴേ ഈ ഒരു ട്രെൻഡ് എല്ലായിടത്തും ഉണ്ട്, എസ്പെഷ്യലി ഏഷ്യൻസ് അല്ല ഇന്ത്യൻസ്. അതിൽ തന്നെ സൗത്ത് ഇന്ത്യൻസ് നമ്മുടെ സ്കൂളിൽ ഒരു ഉണ്ട്, വർക്ക് നടക്കണോ സൗത്ത് ഇന്ത്യൻസിന്റെ അടുത്ത് പോയാലേ ഹാർഡ് വർക്ക് ആയിട്ടുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടും. ബട്ട് ദ സെയിം തിങ്, ഞാൻ ഈ ഒരു ബിസിനസ്സിന് വന്ന പഠിച്ചൊരു ഇതെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും യെസ് പറയും, നമ്മൾക്ക് വേണ്ടി നമ്മൾ യെസ് പറയുന്ന വളരെ കുറവാ. ബട്ട് ഈ ഒരു ഡിസിഷൻ നമ്മൾക്ക് വേണ്ടി പറഞ്ഞ് കണ്ടെത്തിയ ഒരു ബിഗ് യെസ് ആൻഡ് താങ്ക് യു ആണ്. മറ്റുള്ളവർക്ക് വേണ്ടി യെസ് പറഞ്ഞ് നമ്മൾ ട്രെയിൻ ഔട്ട് ആയി. But I found this is a big yes for those who are already here. മടിച്ചു നിൽക്കുന്നവർ ഇനിയും സമയം എടുക്കുകയാണെങ്കിൽ they are losing their opportunity. അല്ലേ? നമുക്ക് വേണ്ടി നമ്മൾ എസ് പറയാൻ പഠിക്കണം. അപ്പോൾ ടെസ്സിയുടെ എന്താണ് ഈ ഒരു നമ്മുടെ ടോപ്പിക്കിന് ടെസ്സിക്ക് പറയാനുള്ള എന്താ? അതേപോലെ ടെസ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയണേടാ. ഹായ് ദീപ, താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എൻ്റെ പേര് ടെസ്സി. ആക്ച്വലി ഞാനിവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ദുബായിൽ വർക്ക് ചെയ്യുന്നു. ലൈക്ക് ഞാനിവിടെ ഞാനിവിടെ റേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ഒരു 33 years ആയിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാണ്. ലൈക്ക് പാസ്റ്റ് 13 years ആയിട്ട് ഞാനിപ്പം ഹെൽത്ത് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 1.5 years ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ ഇൻഷുറൻസ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, UAE താമസിക്കുന്നവർക്ക് ദുബായ് ജോലി ചെയ്തിട്ട് ഷാർജ വരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ പിന്നെ എന്താ പറയുന്നത്, ടൈം എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരിക്കത്തില്ല. ലൈക്ക് വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു അഡീഷണലി നമ്മുടെ പ്രസൻസ് വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനദർ ജോബ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എടുക്കുവാണെങ്കിൽ
ഞാൻ ഇവിടെ തന്നെ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഒരു ചെറുതിലെയൊക്കെ ഉള്ള ഒരു ഇതുപോലെ അപ്പൊ എൻ്റെ പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ, അന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഗ്രോസറി അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറഞ്ഞ, അത് അന്നത്തെ ഒരു മന്ത്ലി ഗ്രോസറി നമുക്കിപ്പോ ആ ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു വീക്ക്ലി പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ ഗ്രാജുവലി ചേഞ്ച് ചെയ്യുമ്പം, പക്ഷെ നമ്മളിപ്പം അർച്ചന ചേച്ചി പറഞ്ഞാൽ നമ്മൾ ഇൻകം എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ലൈക്ക് നമുക്ക് ഒരു 3 or 4 years കഴിയുമ്പോഴത്തേനും നമുക്കൊരു ചെറിയൊരു ഇൻക്രിമെന്റ് ആയിരിക്കും വരുന്നത്. ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ജോബിന് പോകുമ്പോഴും നമുക്ക് ഇത്ര എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിലും ലൈക്ക് നമ്മൾ സാലറി ഡിസ്കഷൻ വരുമ്പോഴത്തേനും അവര് ഭയങ്കര ഇത്രയും സാലറി തരാൻ പറ്റത്തില്ല, നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മുടെ പാക്കേജ് ഇത്രേ കാണത്തുള്ളൂ. അതിനെപ്പോഴും ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ലൈക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് അവർക്ക് വേണം, അല്ലെങ്കിൽ നമ്മളെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ വേണമെങ്കിലും എത്രയും ഇപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പക്ഷേ കുറച്ച് സാലറിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നവരെ ആയിരിക്കും അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പൊ അങ്ങനെ നമുക്കൊരു ലൈക്ക് ഈ ഒരു 1 സാലറി അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 2 സാലറീസിൽ നമ്മുടെ എക്സ്പെൻസസ് കൂടുമ്പം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാര്യങ്ങളൊന്നും മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു സൈഡ് ഹസലിന് വേണ്ടിയുള്ള ഒരു ടൈം, എന്നെപ്പോലെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഒട്ടും നമുക്ക് ടൈമില്ല. വൈകിട്ട് ഒരു 7-7:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ വർക്കിന് പോകേണ്ടതാണ്. അപ്പൊ ആ ഒരു കിട്ടുന്ന ഒരു 3 to 4 hours അല്ലെങ്കിൽ നൈറ്റിലുള്ള ആ ഒരു സമയം, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു 3 to 4 hours എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ആവുമ്പം നമുക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ പ്രസൻസിൽ അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു ടൈം ആൻഡ് എനർജി സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അപ്പൊ അങ്ങനെ ഞാനും കുറെ നാളായിട്ട് ഇങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേണം. അപ്പൊ ഞാൻ ഈ വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും വേറെ കൺട്രീസിലുള്ള ആൾക്കാരാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ നമ്മൾ മുന്നേ തന്നെ ഇപ്പൊ നമ്മൾ US UK കൺട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ കുറച്ചുകൂടെ ഒരു 2 jobs ഓപ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മോർ ദാൻ 1 job എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ കൂടുതലുള്ളത്. അപ്പം അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിൽ അത് പോസിബിൾ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പം UAE അല്ലെങ്കിൽ ഒരു GCC കൺട്രീസിലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെതും. അങ്ങനെ ഞാൻ ഇപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ട് പറഞ്ഞ് ഇതിനകത്ത് ജോയിൻ ചെയ്ത ആളല്ല കേട്ടോ. ഞാൻ കുറെ ഇയേഴ്സ് ആയിട്ട് ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് കുറെ ആൾക്കാരെ വീഡിയോ കാണും. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു അഡീഷണൽ ഒരു കാര്യം ചെയ്യണമെന്ന്. പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കുറെ സ്കാം ഒക്കെ വരുന്നുള്ളതുകൊണ്ട് ഇത് സ്കാം ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറെ ഡൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഇത് നമുക്ക് തന്നെ ഒരു ഇതാകുമോ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ ഒരു ലാസ്റ്റ് ഇയർ ഒക്കെയാണ് കുറച്ച് വീഡിയോസ് UAE ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരെയും നമുക്ക് അത്രയും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതെന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെ എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്, പുള്ളിക്കാരി ജോയിൻ ചെയ്ത് ഇങ്ങനെ ഈ ബിസിനസ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ കണ്ട്. അപ്പൊ പുള്ളിക്കാരിൻ്റെ അടുത്ത് തിരക്കുമ്പം നമുക്ക് കറക്റ്റ് ആയിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പുള്ളിക്കാരി പക്ഷെ ഫസ്റ്റ് എന്നോട് ചേച്ചി ഇതിനകത്ത് ജോയിൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നോട് പറഞ്ഞ് കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ട്രൈ ചെയ്തിട്ട് ചേച്ചിക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ചേച്ചി ഇതിന് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും നമ്മളൊരു റിസ്ക് എടുത്താലേ നമുക്ക് എന്തായാലും. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഓക്കെ എന്തായാലും ഒരു റിസ്ക് എടുക്ക്, നിനക്ക് സക്സസ് ആവുന്നെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ അത് നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഞാനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ ഐ തിങ്ക് നമുക്ക് എപ്പോഴും നമ്മളൊരു റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷൻ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കറിയാം നമ്മൾ ജോബ്സ് സ്റ്റേബിളായിട്ട്
പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പം എല്ലാവരും റീപ്ലേസബിൾ ആണ്. ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായാലും, നമ്മൾ ബ്രേക്സ് എടുക്കാതെ വർക്ക് ചെയ്യുന്നവരായാലും, ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഷോ ലൈക്ക് നമ്മൾ ഒന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദർ ഇസ് എ റീപ്ലേസ്മെന്റ്. ആരും നമുക്ക് വേണ്ടി അയ്യോ അല്ലെങ്കിൽ അവർ പോയല്ലോ എന്നുള്ള ഒരു ഇതിൽ ഒരിക്കലും ചിന്തിക്കത്തില്ല. ലൈക്ക് ദെൻ വെരി നെക്സ്റ്റ് ഡേ വേറൊരാൾ അത് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടും. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ തന്നെ നമ്മുടെ ഓണറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് വേണ്ടി ഒരു എസ് പറഞ്ഞ് ചെയ്യാൻ നമുക്ക് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. അത് നമുക്ക് ഇപ്പൊ അല്ലെങ്കിൽ ചിലവർ പറയും എനിക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെ വലിയ എക്സ്പീരിയൻസസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലേൺ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ് ഉണ്ട്. എനിക്ക് അതിനു വേണ്ടി ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സ്ട്രോങ് ഇന്റൻഷൻ നമുക്ക് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഫീൽ നമുക്കിത് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട്. അതുപോലെ തന്നെ ഈ വർക്ക് ഫ്രം ഹോമിന്റെ കാര്യം പറയും, ഞാൻ 2 ഓപ്ഷനും എന്താ പറയുക ട്രൈ ചെയ്ത ഒരാളാണ്. ലൈക്ക് ഈ ഒരു ജോബ് ഞാനിപ്പോൾ ചെയ്യുന്നത് 1.5 years ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഒരു 5 years ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. ഞാൻ ക്ലെയിംസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8 to 5 ഉള്ളൂ. പക്ഷേ ചില ദിവസങ്ങളിൽ മോർണിംഗ് 6 മുതൽ അല്ലെങ്കിൽ മോർണിംഗ് 5 മുതലേ ഞാൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലായിരിക്കും. ബിക്കോസ് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ലൈക്ക് ഓക്കെ അവരെ ഡേ കെയറിലൊന്നും വിടുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് ആവും. ബിക്കോസ് ഈ ഒരു സാധനം നമുക്ക് തീരുന്നേയില്ല. ആൻഡ് കമ്പനി വിചാരിക്കുന്നത് സിൻസ് യു ആർ വർക്കിംഗ് ഫ്രം ഹോം ഇറ്റ്സ് ലൈക്ക് സംതിങ് പ്രിവിലേജ്. അവർ നമുക്ക് തരുന്ന ഒരു പ്രിവിലേജ് ആയിട്ടാണ് അവർ കാണുന്നത്. സോ ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ടാർഗറ്റ് എക്സ് ആണെങ്കിൽ അവരത് ഇൻക്രീസ് ചെയ്ത് വൈ ആക്കിയിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്. ആൻഡ് ദെൻ നമ്മളിപ്പോ പറയാണ് നമുക്കിത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ദേ ഒബ്വിയസ്ലി ആസ് ലൈക്ക് വൈ ബിക്കോസ് യു ആർ വർക്കിംഗ് ഫ്രം ഹോം സോ യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഡീഷണൽ ബ്രേക്സോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ടൈം വേണോ എന്നുള്ളൊരു കാര്യം ആരും ചിന്തിക്കുന്നില്ല. ദേ ആർ തിങ്കിങ് ഓക്കെ. ആൻഡ് ഈവൻ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ദേ ആർ തിങ്കിങ് ഓക്കെ വീട്ടിൽ ഇരുന്നാ വർക്ക് ചെയ്യുന്നത്, സോ ഷീ ഈസ് വെരി ഫ്രീ, ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ റൗണ്ട് ദ ക്ലോക്ക് ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ഇൻകം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മുടെ വർക്ക് പ്രഷർ നമ്മൾ ഓഫീസിൽ പോകുന്നതിനേക്കാളും ഡബിൾ ആയിരിക്കും. ഇനി ഇൻ കേസ് ഇപ്പോൾ ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യലി നമ്മുടെ ദുബായ് ഷാർജയിലൊക്കെ താമസിക്കുന്നവർക്ക് ട്രാഫിക് ഇസ് എ വെരി ബിഗ് ഇഷ്യൂ. നമ്മൾ ഒരു ജോബ് കഴിഞ്ഞിട്ട് ട്രാഫിക്കിനകത്ത് കിടന്ന് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഒരു 2 years ബാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സിവിയർ ആണ്. അപ്പൊ നമ്മളെ ഒരു ഇനി നമ്മൾ ഒരു എന്താ പറയുന്നത് ഒന്നും നമ്മളെ കൊണ്ട് ഒരു 1% പോലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കത്തില്ല നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേനും ഉള്ള ഒരു നമ്മുടെ ഒരു ഹെൽത്തും നമ്മുടെ ഒരു മെന്റൽ തിങ്സും എല്ലാം പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ പിന്നെ നമുക്കൊരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ അഡീഷണലി നമ്മുടെ എനർജി പുട്ട് ഓൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്കൊന്നും ഇല്ല. ലൈക്ക് നമ്മൾ ടോട്ടലി എക്സോസ്റ്റഡ് ആണ്. പക്ഷെ നമുക്ക് പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പിള്ളേർ കാണും. ലൈക്ക് ദേ ഡോണ്ട് നോ ആക്ച്വലി ഓക്കെ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും നമ്മൾ ട്രാഫിക്കിലൊക്കെ കിടന്നാ വരുന്നത്. പക്ഷെ സ്റ്റിൽ ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ അസ്. അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ആൻഡ് ദെൻ ആ ഒരു ടൈമില് ഐ തിങ്ക് നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമ്മൾ വർക്കിംഗ് ഫ്രം ഓഫീസ് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് വി ആർ വർക്കിംഗ് ഫോർ സമ്മൺ എൽസ്. അത് ആ ഒരു എന്നെ കൂടുതൽ ഇതിനകത്തോട്ട് ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ എത്ര നാളിങ്ങനെ ഈ ട്രാഫിക്കും ഈ എന്താ പറയുക മറ്റുള്ളവരുടെ പ്രഷേഴ്സിൽ നമ്മൾ എത്ര നാളിങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ടോട്ടലി അതിന് നമുക്ക് പിന്നെ അത് നമുക്ക് ഒരു പാഷനായിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ നമുക്ക് എന്താ പറയുന്നത് ഡേ ടു ഡേ സർവൈവ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. ആൻഡ് ദെൻ ദ റൊട്ടീൻ റിമെയിൻസ് ദ സെയിം. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേക്കുന്നു ആൻഡ് ദെൻ ദ ഹോൾ പ്രോസസ് വിൽ ബി ദ സെയിം ത്രൂ ഔട്ട് ദീസ് 5 days. പിന്നെ ഒരു സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവും. അത് ഭയങ്കര ഒരു
കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ that will get over again. The Monday will come, then again it's the same cycle that repeats again and again. So അതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് എത്ര കുറച്ച് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അധികം ടൈമോ എനർജി ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മളിപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്ന ടൈം അല്ലെങ്കിൽ നമുക്ക് നമ്മള് കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ടൈമിൽ തന്നെ നമുക്കൊരു 10% എഫേർട്ട് ഇടുവാണെങ്കിൽ ഒരു 90% ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് നിങ്ങൾക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റുവാണ്. ലൈക്ക് ഇഫ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഡു സംതിങ് ത്രൂ ദിസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, ലൈക്ക് ഐ നീഡ് ടു ഡു സംതിങ് ഫോർ മൈ ലൈഫ്, എനിക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് വേണം അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ഇഫ് യു റിയലി തിങ്ക്, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് കണ്ടിട്ട് ഓക്കെ നമുക്കൊന്ന് നോക്കാം, അങ്ങനെയല്ല. ഇഫ് യു റിയലി തിങ്ക് ദാറ്റ് യു നീഡ് എ ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സൈഡ് ഹസിൽ വേണം, ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസസും നമ്മുടെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, ലിവിങ് എക്സ്പെൻസസ്, റെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് പണ്ട് നമ്മള് 5 dirhams കൊടുക്കുന്ന സാധനത്തിന് ഇപ്പൊ നമ്മള് അതിന്റെ ഡബിൾ കൊടുത്താലേ നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു എക്സ്പെൻസ് ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ പോലും നമ്മുടെ ഇൻകത്തിന് പ്രത്യേകിച്ച് വലിയ ഷിഫ്റ്റ് ഒന്നും നടക്കുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലൈക്ക് അല്ലെങ്കിൽ നമുക്കൊരു റിയലി വി വാണ്ടഡ് ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് റിയലി നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് എ ട്രൈ. നിങ്ങൾക്ക് ഇത് തോന്നുവാണ് ഓക്കെ, നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇഫ് യു ഫീൽ ഇത് എനിക്ക് ഓക്കെ ആണ്, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇതെന്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. ഇറ്റ്സ് ലൈക്ക് നമ്മളും അങ്ങനെ, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ട് നമ്മൾ എടുത്ത ഒരു സ്റ്റെപ്പാണ്. ലൈക്ക് ഇറ്റ് വാസ് എ സ്ട്രോങ് ഡെസിഷൻ. നമ്മൾ പല ഡിസിഷൻസ് എടുക്കാറുണ്ട്, പല സ്റ്റെപ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നു നമ്മൾ ഭയങ്കര എക്സ്പെൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാവരും എഡ്യൂക്കേഷൻ ചെയ്ത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല പ്രൊഫഷണൽസ് ആണ് നമ്മളല്ലേ. ഇപ്പം നമ്മളൊരു ജോബിന് വേണ്ടി എത്ര നാള് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ജോബ് കിട്ടുന്നത്. ഇനി ഒരു ജോബ് കിട്ടിയാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ട്, ഓക്കെ നമുക്ക് പഠിച്ചു കഴിയുന്നു, ഇത്ര ജോലി കിട്ടുന്നു, നമുക്ക് ഇത്ര ഇൻകം വരുന്നു. ചിലപ്പോൾ നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ ഒരു പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം ചെയ്തതുപോലെ ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് സർവൈവ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് നമുക്ക് സർവൈവ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണെങ്കിലും ആ ജോലി ആവശ്യമാണ്, ബിക്കോസ് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വി ആർ ഡൂയിങ് ദാറ്റ്. സോ സെയിം ലൈക്ക് വൈസ് നമുക്ക് ഇതൊരു നെസസിറ്റി ആയിട്ട്, അതായത് എനിക്കൊരു അഡീഷണൽ ഓപ്ഷൻ വേണം അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ഇഫ് യു റിയലി തിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രൂലി ഇതിനകത്തൊരു നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് സജസ്റ്റ് നിങ്ങളൊരു ട്രൈ, ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ that will be a very good step for you. Okay Tessie, thank you da. So Tessie is a representative of a complete UAE born and brought up UAE kid. Okay, so നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ ഇപ്പം വൈൻഡപ്പ് ചെയ്യാറായി. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പല ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങടേക്ക് വന്നത് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്. സോ യു ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, ആർ യു ഗെറ്റിംഗ് ദ ബെറ്റർ ലൈഫ് ദാറ്റ് യു വെർ ഡ്രീമിങ്? പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ബേസിക്കലി തട്ടിമുട്ടി ലൈഫാണ്. എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരുടെ ഇതിൽ നോക്കുമ്പം അല്പം ചുമ്മാ ഷോ ഓഫ് പറയാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള റിലേറ്റീവ്സിൻ്റെയും നാട്ടിലുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ഷീസ് വർക്കിംഗ് ഓർ ഹീസ് വർക്കിംഗ് ഇൻ UAE ആൻഡ് അവിടെയാണ് താമസിക്കുന്നത് ആൻഡ് ഫാമിലി ഒക്കെ അവിടെയാണ്. രണ്ടുപേർക്കും ജോലി. സോ പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വി ആർ ഹാവിങ് എ സക്സസ്ഫുൾ ലൈഫ്. ബട്ട് ആസ്ക് യുവർ സെൽഫ്, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോഴത്തെ സാലറിയിൽ, ഇപ്പോഴത്തെ ചെലവിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ലൈഫാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ആൻഡ് അഗെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, രാവിലെ എണീക്കുന്നതും രാത്രി കിടക്കാൻ പോകുന്നതും മനസ്സമാധാനത്തോടെയാണ്. ആണ് എന്നുള്ളവർക്ക്
ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ബിക്കോസ് എവ്രി വൺ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് ബിസിനസ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ എവറി വീക്ക് ലൈക്ക് ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ അല്ല നീലു, ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ UAE ടൈമിൽ നമുക്ക് ലൈവ് തേഴ്സ്ഡേ അല്ലേ ചേച്ചി? തേഴ്സ്ഡേ ഇവിടെ വരുമ്പോഴത്തേക്ക് UAE വരുമ്പോഴത്തേക്ക് ഫ്രൈഡേ ഏർലി മോർണിംഗ്. അപ്പം ഏർലി മോർണിംഗ് നമ്മളുടെ ആരെ വേണമെങ്കിൽ, ഇപ്പം എന്റെ ഓഡിയൻസ് ആണെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ, അർച്ചനയുടെ ഓഡിയൻസ് ആണെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് അർച്ചന, ടെസ്സിയുടെ ആണെങ്കിൽ ടെസ്സി ആൻഡ് നീലുവിന്റെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് എനി വൺ ഓഫ് us ആൻഡ് എന്നിട്ട് ചോദിക്കുക. സി വാട്ട് ആക്ച്വലി യു ഹാവ് ടു ഡു മീൻസ്, നമ്മൾ വേൾഡ് വൈഡ് ഈ ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. തിരക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ദർ ഈസ് 2 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു വാച്ച് ദ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും വേർത്ത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം യു ക്യാൻ ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ജനറൽ ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. വി ആർ നോട്ട് ഡൈവിങ് ഡീപ്പ്, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാർക്കും ഫസ്റ്റ് തന്നെ എല്ലാം ഇങ്ങനെ ഓവർ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ഇഫ് നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു ആൻഡ് യു റിയലി വാണ്ട് ടു എക്സ്പ്ലോർ വാട്ട് ഈസ് നെക്സ്റ്റ് ആൻഡ് നിങ്ങൾക്ക് എന്താണ് അവിടെ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ബിസിനസിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. ആൻഡ് 1 month വാലിഡിറ്റി ടൈം. ആ 1 month വാലിഡിറ്റി ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ $149 US എന്നൊക്കെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ബിക്കോസ് ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ് ആയത് കാരണം. ആൻഡ് അഗെയിൻ ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് തന്നെ ഒരു ബ്ലോക്ക് വരും, $, നോ ഇത് എനിക്ക് പറ്റിയതല്ല, അങ്ങനെയല്ല. ഇത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. സോ ഇന്റർനാഷണൽ ബിസിനസ് ആയത് കാരണം ഇതിനകത്ത് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് കറൻസി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് $. ആണ്. നമുക്ക് കിട്ടുന്ന ഇൻകമും ആൻഡ് നമ്മളുടെ എക്സ്പെൻസും എല്ലാം ഇതിനകത്ത് $ലാണ് പറയുന്നത്. അത് നിങ്ങൾ ഏത് രാജ്യത്താണോ എന്ന് വെച്ചാൽ അവിടുത്തെ കൺട്രിയിലെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, ഇപ്പൊ UAEയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 540 സംതിങ് ദിർഹം വിച്ച് ഈസ് റീഫണ്ടബിൾ. ഇവൻ ഒരു ജിമ്മിൽ പോലും 3 months മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ബോഡി ബിൽഡ് ആയാലും ഇല്ലെങ്കിലും, നിങ്ങളുടെ ഫാറ്റിനകത്ത് 1 ഇഞ്ച് പോലും കുറവ് വന്നാലും ഇല്ലെങ്കിലും യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് മണി. സോ ഇവിടെ വി ആർ ഗിവിംഗ് എ റീഫണ്ട്, ബിക്കോസ് നിങ്ങളെടുത്ത് ബിസിനസിന്റെ ബ്ലൂ പ്രിന്റ് എടുത്ത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ, നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും പറ്റിയതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ എ റീഫണ്ട് ഹാപ്പിലി, ബൈ ബൈ. ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് ഇത് നിങ്ങൾക്ക് പറ്റിയതാണെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഇൻ ടു ദിസ് ബിസിനസ് ആൻഡ് വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. സോ ഞങ്ങളെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. യു ക്യാൻ സെൻഡ് എ മെസ്സേജ് ഓക്കെ ഇൻ ദ ഫേസ്ബുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ആൻഡ് ആസ്ക്. നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ, നിങ്ങൾ വൺസ് കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓവർ ആൻഡ് ഓവർ നിങ്ങളെ കിടന്നിട്ട് ഫോൺ വിളിക്കുക, മെസ്സേജ് ഇടുക, ശല്യം ചെയ്യുക, വരുന്നോ അങ്ങനെയുള്ളതൊന്നുമല്ല. വരിക, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, നിങ്ങൾക്ക് പറ്റിയതാണെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്, എക്സ്പ്ലോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇഫ് യു ഫൈൻഡ് ദാറ്റ് ദിസ് ഇസ് ബെനിഫിഷ്യൽ ഫോർ യു, കം ഇൻ. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഫോർ യു, സ്റ്റെപ്പ് ബാക്ക്, ഗെറ്റ് യുവർ മണി റീഫണ്ട്, സേ ബൈ ബൈ. ഓക്കെ, അപ്പം അടുത്ത വീക്കിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് UAEയുടെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ വീണ്ടും വരുന്നുണ്ടാവും. സോ ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ഐ നോ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ എക്സീഡഡ് ദാൻ അവർ ടൈം, ബിക്കോസ് നമ്മുടെ ഈ ബിസിനസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ആക്ച്വലി വി ആർ ഓവർ എക്സൈറ്റഡ്. അത്രയും നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ടും അത്രയും നമ്മൾ എക്സൈറ്റഡ് ആണ്. അതങ്ങനെയാണ്. അത് വൺസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. Okay, see you next week. Bye. Thank you. And thank you ladies for joining for the discussion. Thank you, Chechi. Bye. See you next time.